കഥയാണ് ഇനി പറയാൻ പോണത്. ഈ വാജിരായ സ്വാമികൾ എല്ലാ ദിവസവും എന്താ പറയാ, ഒരു പാത്രത്തിൽ കടലയും ശർക്കരയും കൂടെ ചേർത്ത് വേവിച്ചിട്ട് ഇങ്ങനെ ഒരു നമ്മള് പുഴുക്കൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ ഈ കടലയിൽ ശർക്കര ചേർത്ത് കുഴച്ചിട്ട് അതിങ്ങനെ വലിയൊരു പാത്രത്തിലാക്കിയിട്ട് അദ്ദേഹം ഇങ്ങനെ തലയിൽ വെച്ചിട്ട് നിൽക്കും. ആ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഹൈഗ്രീവ മൂർത്തി ഉണ്ടല്ലോ, എന്നിട്ട് ആ തലയിൽ വെച്ചിട്ട് ഹൈഗ്രീവ മൂർത്തിനെ ഇങ്ങനെ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ സമയം എന്താ ചെയ്യുക, സാക്ഷാൽ ഹൈഗ്രീവ മൂർത്തി ഇങ്ങനെ ഒരു വെളുത്ത കുതിരയുടെ രൂപത്തിൽ ഇങ്ങനെ വരും അത്രേ. വന്നിട്ട് ഈ സ്വാമിയുടെ തോളിൽ 2 കൈയും എടുത്ത് വെക്കും. 2 കൈയും എടുത്ത് വെച്ചിട്ട് ഇമാജിൻ ചെയ്യൂ നിങ്ങൾ. അങ്ങനെ ഞാൻ പറയുന്നത് ഇങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കി, എന്ത് രസമാണ്. ഉള്ളിൽ ഇങ്ങനെ എന്തോ ഒരു കുളിർമയുണ്ടാവും. അപ്പൊ വന്നിട്ട് സ്വാമിയുടെ തോളുകളിൽ തന്റെ മുൻകാലുകൾ 2 എടുത്ത് വെച്ചിട്ട് ഈ പാത്രത്തിൽ ഇരുന്നിട്ട് ഈ പ്രസാദത്തെ തിന്നും. തലയിൽ വെച്ചിരിക്കുന്ന പാത്രത്തിൽ തലയിട്ടിട്ട്, കുതിരയുടെ ആകൃതിയാണല്ലോ, അപ്പൊ അത് കഴിക്കും അത്ര. എന്നിട്ട് ഈ കുതിര കഴിച്ചതിന് ശേഷം ബാക്കി വെക്കും കേട്ടോ. ഈ കുതിര അത് ബാക്കി വെച്ചതാണ് അത്ര ഭക്തർക്ക് പ്രസാദമായിട്ട് നൽകുന്നത്. ഭഗവാൻ വന്ന് ഭക്ഷിച്ചതിന്റെ ബാക്കിയാണ് ഈ വാജിരായ സ്വാമികൾ പ്രസാദമായിട്ട് ബാക്കിയുള്ളവർക്ക്, വരുന്ന ഭക്തർക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഈ ഒരു അവസ്ഥ കുറേ കാലം അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ കുറേ കാലം അദ്ദേഹത്തിന്റെ ആ കാലഘട്ടം, AD കാലഘട്ടം. അപ്പൊ അങ്ങനെ നടന്ന് കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോ ഇവരുടെ കൂടെയുള്ള സ്വാമിമാർക്കൊക്കെ, അതങ്ങനെയല്ലേ, ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ കൊഞ്ഞനം കുത്താൻ ആരെങ്കിലും കാണൂല. അതുപോലെ അന്നും അവിടെ കുറച്ച് സ്വാമിമാര് ഇയാളുടെ ഈ പ്രവൃത്തി ഒന്നും ഇഷ്ടമല്ല, അസൂയ മൂത്തിട്ട് എല്ലാം പറയുമ്പോൾ സ്വാമിയുടെ ഈ കഴിവിൽ അസൂയ തോന്നിയിട്ട് മറ്റു പുരോഹിതന്മാര് സ്വാമി അറിയാതെ എന്തു ചെയ്യുന്നറിയാമോ, ഈ പ്രസാദത്തിൽ നല്ല മാരക വിഷം അങ്ങോട്ട് ചേർക്കും. വിഷം ചേർത്ത് കുഴച്ച് വെക്കും. ഇതറിഞ്ഞില്ല സ്വാമി എന്നും പതിവ് പോലെ എന്താ ചെയ്യുക, പാത്രം തലയിൽ വെച്ച് പ്രാർത്ഥനയും കൊണ്ട് അങ്ങനെ ആ ഹൈഗ്രീവ മൂർത്തിയും പ്രാർത്ഥിച്ച് അങ്ങനെ നിൽക്കുകയാണ്. എന്നും വരുന്നത് പോലെ അന്നും കുതിര വന്നു. ഹൈഗ്രീവ മൂർത്തി വന്നു, പ്രസാദം കഴിച്ചു. എന്നാൽ അതിലൊന്നും ബാക്കി വെച്ചില്ല. എന്നാൽ അതിൽ ഒരു തരി പോലും, അതായത് ഇങ്ങനെ തൊട്ടാൽ പോലും ഒരു പ്രസാദത്തിന്റെ തരി അതിലില്ല. എല്ലാം കഴിച്ച് നാവ് കൊണ്ട് നക്കി തുടച്ച് പാത്രം കഴുകിയ പോലെ ആക്കി. ഒരു തുള്ളി പോലും അതിനകത്ത് പ്രസാദം വെച്ചില്ല. അവിടെ എല്ലാം നക്കി തുടച്ചിട്ട് ഈ കുതിര മറഞ്ഞുപോയി. എന്തുകൊണ്ടാ? എൻ്റെ ഭക്തര് അത് കഴിക്കരുത്, ഞാൻ കഴിക്കാം, എൻ്റെ ഭക്തർ കഴിക്കരുത് എന്ന് പറഞ്ഞിട്ട് ആ വിഷം മുഴുവൻ ഭക്തരിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ സേവിച്ചു. ഭഗവാനാണ് അത് സ്വയം മുഴുവനും കഴിച്ചത്, ഭഗവാനായിരുന്നു അത്ര. അപ്പൊ ഈ വിഷത്തിന്റെ ഫലമായിട്ടാണ് ഇത്ര ഉടുപ്പിയിലെ ഹൈഗ്രീവ മൂർത്തിയുടെ നിറം എന്താണെന്നറിയോ? നീല കളറ. നീല നിറമായി മാറാനുള്ള കാരണം അതാണെന്ന ഒരു കഥ അവിടെ ഉണ്ട്. പിന്നീടാണ് സ്വാമികളുടെ പ്രാർത്ഥന കൊണ്ട് ഭഗവാൻ